വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. നമ്മൾ സ്വീകരിച്ചല്ലേ മതിയാവും, അതല്ലേ ജനാധിപത്യം മര്യാദ. അത് നടക്കട്ടെ. എന്തോ ആലപ്പുഴ മുഖ്യമന്ത്രി വളരെ സന്തോഷമല്ലേ? ആലപ്പുഴ എന്ന് വന്നാൽ വളരെ വളരെ സന്തോഷമല്ലേ? ആലപ്പുഴയ്ക്ക് ഒരു മുഖ്യമന്ത്രി തരാൻ കിട്ടിയാലും സന്തോഷം എന്ന് മാത്രമല്ല, അത് കിട്ടുന്നത് ആലപ്പുഴയ്ക്കും നല്ലത്, കേരളത്തിന് നല്ലത്. എറണാകുളത്ത് ആകുന്നതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്വാർത്ഥത കൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ വിചാരിച്ചു. ഞാൻ ആലപ്പുഴക്കാരനല്ലേ. ആലപ്പുഴയിൽ നിന്ന് വന്നാൽ ആലപ്പുഴയിൽ കരുത്തന്മാരായ എത്ര എണ്ണ ഉള്ളത്, മിടുക്കന്മാരും മിടുമിടുക്കന്മാരുമായ പലരും ഉള്ളപ്പോൾ ആലപ്പുഴയ്ക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് നല്ലതല്ലേ? അതൊക്കെ നിങ്ങൾ അങ്ങനെ വരട്ടുന്നവരുണ്ട്. അതല്ല, എനിക്ക് ഒരു താല്പര്യം കുറവ്. അതല്ല, അവരൊക്കെ തന്നെ ഞാൻ എൻ്റെ താല്പര്യം അനുസരിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് എന്നെ ചുമതലപ്പെടുത്താമോ ഞാൻ പറയാം. ആര്? എല്ലാ 3 പേരും യോഗ്യരാണ്. മാത്രമല്ല ജയിച്ചു വന്ന എല്ലാ MLA മാരും യോഗ്യന്മാരാണ്. ഞാൻ ആരെ അയോഗ്യരായി കൽപ്പിക്കേണ്ടത് ശരിയാണോ? അത് ശരിയായില്ല. അതല്ല പറഞ്ഞ ഇവിടുത്തെ ലീഗിന്റെ നിലപാടാണല്ലോ ഇവിടുത്തെ BJPയിലേക്ക് ഇപ്പം 3 പേരെ ഉണ്ടായുള്ളത്. ഇനി ഈ പശ്ചിമ ബംഗാളിൽ തുടങ്ങിയപ്പോൾ അവർക്ക് 3 MLA മാരെ ഉണ്ടായിരുന്നുണ്ട് BJPക്ക്. ഇപ്പൊ അവർ പിടിച്ചെടുത്ത്. അങ്ങനെ ഒരു അവസരം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാനാണ് BJP നോക്കുന്നത്. കാരണം അവർക്ക് ഈ അഭിപ്രായം ശരിയായില്ല എന്ന് പറഞ്ഞ കുഴൽമാടനോട് എന്താ ചെയ്ത് ഒരു കരുത്തനും മിടുക്കനും MLAയും പ്രഗത്ഭരായ ഒരു അഡ്വക്കേറ്റുമാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരു MLA കൂടെ അല്ലേ. ആ MLA ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സിൽ നിന്ന് പെടല് വെട്ടി പുല്ലിൻ്റെ പുറത്താണ് വെച്ചത്. എൻ്റെ അർത്ഥം നീയൊക്കെ മിണ്ടിപ്പോയാൽ നിൻ്റെയൊക്കെ പെടല് വെട്ടുകയെന്ന് ഒരു MLAയെ സംബന്ധിച്ചിടത്താണ് പറഞ്ഞത്. കുഴൽമാടൻ ചെറിയ ഒരാളല്ല, പ്രഗത്ഭരായിട്ട് അവിടുന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. മാത്രമല്ല നിയമജ്ഞനാണ്, ഏറ്റവും നല്ലപോലെ നിയമം പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റും കൂടെയാണ്. ഇവിടെ ഇനി ഇതാണ് തുടങ്ങുന്നതിന് മുമ്പേ ഇതാണ് അനുഭവമെങ്കിൽ കേരളത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അഭിപ്രായം പറയുന്നതിനെല്ലാം വാടകപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യമല്ലേ എന്നാണല്ലോ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്ന ഒത്തു പറയുന്നതിന് വേണം ഇവിടെ. അവർ ഒത്തു പറയുന്ന ഒരാളായിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഈ രാജ്യം കേരളം അവർ ഒത്തു പറയുന്നതനുസരിച്ച് പറഞ്ഞിരിക്കണം. ഉള്ളത് പറഞ്ഞാൽ അവൻ്റെ പിടല് പോക്ക്. ഞാനെന്ത് ചെയ്തിട്ടാണിപ്പോൾ എന്നെ ഇട്ടുകൊണ്ട് ക്രൂശിക്കുന്നത്? ഞാൻ ഒരു മുസ്ലിം ലീഗിനോടോ മുസ്ലിം സമുദായത്തോടോ ഒരു ഉദ്ദേശം പറഞ്ഞില്ലേ എന്ന് ഏത്തായിട്ട് പറഞ്ഞിട്ട് എന്നെ വിടുന്നുണ്ടാകും. മുസ്ലിം ലീഗ് കാണിച്ച വിവേചനമാണ് ഞാൻ പറഞ്ഞത്. വിവേചനം പറഞ്ഞതിൻ്റെ പേരിൽ അതേ പറഞ്ഞുള്ളൂ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുള്ളൂ എൻ്റെ പേരിൽ കേരള മുഖ്യമന്ത്രി എന്തുമാത്രമാണ് ദ്രോഹിച്ചത്, വേട്ടയാടിയത്. ഇവിടെ ഒരു സത്യം പറയാൻ നിവൃത്തിയില്ലാത്ത നേരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പിന്നെ സംശയമുണ്ടോ? ഈ അങ്ങയുടെ പ്രസ്താവനകളാണ് LDFന് ഭരണം നഷ്ടപ്പെടുത്താൻ കാരണമെന്നാണ് ഈ അവലോകന യോഗങ്ങളിലെല്ലാം CPIയും ചില നേതാക്കന്മാരുള്ള CPI പറഞ്ഞെങ്കിൽ CPIയുടെ അവലോകനൊക്കെ എവിടെ നടന്നു? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ CPIയുടെ ചേർത്താൻ ഞങ്ങൾ ജയിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ജയിച്ചില്ലേ? പിന്നെ CPIയുടെ നേതൃത്വത്തിൻ്റെ പരാജയമാണെന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ലേ? അതിന് നന്മയുണ്ടായാൽ അവിടെ നിന്നും തിന്മ സംഭവിച്ചാൽ അത് വെള്ളാപ്പള്ളിയുടെ തലയിൽ നിൽക്കരുത്. അവരുടേതായ മേഖലയിൽ അവഗ്രഹിച്ച് നോക്കും. CPIക്ക് അത് പറയാനുള്ള യാതൊരു അവകാശമില്ല. അവരിവിടെ നിന്നിട്ട് വെള്ളാപ്പള്ളി പ്രതികരിക്കുകയാണ്.